ഇനി അവരെയും കൂടി വിഷമിച്ച നീ അടങ്ങുന്ന വെച്ചാ അങ്ങനെ ആയിക്കോ. അതല്ല ഇനി നിനക്ക് അവനെ വേണമെന്നുണ്ടെങ്കിൽ നീ എന്നെ മറന്നേക്ക് ജാനു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ പറയുന്നൊക്കെ, പക്ഷെ എനിക്ക് പറ്റാത്തോണ്ട്, അവനെനിക്ക് മറക്കാൻ പറ്റാത്തോണ്ട്. May I get in, ma'am? Yes. Oh, so you're Miss Janaki Prasad, right? Yes, madam. ഞങ്ങളുടെ ഇന്റർവ്യൂ പാനലിന് നിങ്ങൾ ഇഷ്ടമായി. സോ വി ആർ അപ്പോയിന്റിങ് യു. താങ്ക് യു മാം. ഞങ്ങളുടെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഓക്കെ ആണല്ലോ അല്ലേ? ഇല്ല മാഡം, ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ തന്നെ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിഞ്ഞിരുന്നു. ഞാനതിലൂടെയൊക്കെ ഓക്കെ ആണ് മാം. Okay, then welcome to our company. ഹലോ, ജാനുവിന്റെ അമ്മേ, ജാനുവിന് ജോലി കിട്ടിട്ടോ. അമ്മ അവര് ഇന്റർവ്യൂല് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞേ. നാളെ തൊട്ട് ജോയിൻ ചെയ്തോളാനും പറഞ്ഞു. ഇവിടുത്തെ CEO ഒരു മാഡം ആണ്. ഷീ ഈസ് വെരി പൊളൈറ്റ്. അവരെ ഞാൻ മീറ്റ് ചെയ്യാൻ പോവാ. ശരി അമ്മ, ഞാൻ വിളിക്കാം. ശരി, ബൈ. ഇന്ന് നമ്മുടെ ജാനു മോക്ക് ജോലി കിട്ടിയ വക. Let's celebrate. Cheers. എന്റെ അമ്മോ, എന്തോ അടി ഒഴിച്ചു വെച്ചേക്കുന്ന വിഷോ. ആവുന്ന പണിക്ക് നിന്നാ പോരെ. ആരും കഴുത്തിന് പിടിച്ചിട്ടൊന്നല്ലല്ലോ, സ്വയം കുടിക്കുന്നതല്ലേ, അനുഭവിച്ചോ. അല്ല മോളെന്നതാരെ, എന്താ നിന്റെ ഭാവി പ്ലാൻ? എന്റെ പൊന്നു നീരു, നീ ഒരു വട്ടം ഭാവി പ്ലാനിനെ കുറിച്ച് ചോദിച്ചതിന്റെ ക്ഷീണം വർഷങ്ങൾക്ക് മുന്നേ ഞാനൊന്ന് അനുഭവിച്ചത്. ഇനി എന്നെ കൊണ്ട് വയ്യ. ഇടി, ഇത് അതുപോലെ അല്ല നീ, ഇത് കട്ട സീരിയസാ. നീ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുക. നേരെ ചോദിച്ചു പിന്നെ നേരെ തന്നെ ചോദിക്കാല്ലേ. അതെ, ഈ സൺഡേ നിന്നെ കാണാൻ ഒരാള് വരുന്നുണ്ട്. ആര്? എന്റെ അമ്മയുടെ നായര്. പിന്നെ എടി അന്നെ കുഞ്ഞു പിള്ളേരൊക്കെ കാണുന്ന നീ എന്തോ ആക്കി ഉപയോഗിക്കുന്ന? ഓ സോറി, ഇറ്റ്സ് ജസ്റ്റ് എ മിസ്റ്റേക്ക്. യു കണ്ടിന്യൂ. നിന്നെ കാണാനേ നല്ലൊരു കിടിലൻ പയ്യൻ വരുന്നുണ്ടല്ലോ. ഓ ജസ്റ്റ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ് നേരു. മതി, ഐ ഫെഡ് അപ്പ്. ഓ തുടങ്ങിയുള്ള അമ്മൂമ്മയുടെ ഡിക്ഷണറി. നല്ല ചെക്കനാ, നിനക്ക് ഇഷ്ടപ്പെടും. എന്നാ നീ തന്നെ കെട്ടിക്കോ. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നീ ആ പുള്ളിക്കാരന് നിന്നെയാ ഇഷ്ടപ്പെട്ട. അങ്ങനെയല്ല, ഇഷ്ടപ്പെട്ടെന്ന് ഉദ്ദേശിച്ച് നിന്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന്. അഥവാ എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇഷ്ടപ്പെട്ടില്ലേ നമുക്ക് ഇവളെ കൊണ്ട് കെട്ടിക്കാം. നീ കെട്ടൂലേ അവനെ? നീ പറഞ്ഞാ ഞാൻ ആരെ വേണമെങ്കിലും കെട്ടും. കെട്ടണോ? കെട്ടാനേ എന്നാ നോക്കാം. ഞായറാഴ്ച വരാൻ പറയട്ടെ? പറയുന്നേ, നമുക്ക് നോക്കാം. അവനെ ഞാൻ ഓടിപ്പിച്ചു വരും, നോക്കിക്കോ. വിട്ട തന്നെ, നീ അവനെ അവസാനം കെട്ടിയിടാഞ്ഞാ മതി. അല്ലിടി നീരു. അതെ, അയ്യോ. എന്താടി എടി നീരു, എനിക്ക് എടി ജാനു കരയുന്നു. എടി മോളെ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ അവനെ കെട്ടണ്ട. നീ എന്തിനു കരയുന്നേ? എനിക്ക് ഇപ്പൊ കാണണം. അയ്യ, ഇപ്പൊ ഒന്നും കാണാൻ പറ്റൂല. ഞായറാഴ്ച അവൻ വരും, അപ്പൊ കണ്ടാ മതി. അല്ല, എനിക്ക് ഏതോനെ ഇപ്പൊ കാണണം. എന്റെ കർത്താവ് വേണ്ട, ഏതോ എന്നെ കൊണ്ടൊന്നും പറ്റട്ടെ. നീ ഇട്ടിട്ട് പോടും. നീ എന്താന്ന് വെച്ചാവും. ഇട നിക്കടി, ഞാൻ ഒറ്റയ്ക്ക് എന്ത് കാട്ടാനാ? എനിക്ക് അവനെ ഇപ്പൊ തന്നെ കാണണം നീരു. നിനക്ക് അവനെ കണ്ടാ പോരെ? കാണാൻ പറ്റൂല, വേണേ വിളിച്ചു തരാം.
വിളിക്കാൻ പറ്റുമോ? ആ വിളിച്ചേതാനേ, നീ അത് കരച്ചിൽ നിർത്തു. എടി നീ എന്തിനുള്ള പുറപ്പാടാടി എന്നെ? പിന്നെ എന്റെ കുട്ടിക്ക് വിളിക്കണമെന്ന് പറഞ്ഞ നീ കേട്ടില്ലേ? ഞാൻ അവൾക്ക് വിളിച്ചു കൊടുക്കും. ഇപ്പൊ വിളിച്ചേരാം. ഇതില് നമ്പർ ഉണ്ടായിരുന്നല്ലോ. ആ കിട്ടി, ഇപ്പൊ വിളിക്കും. പാട്ടൊക്കെ ഉണ്ടല്ലോ. എന്നാ നീ സംസാരിക്കും മോളെ. ഹലോ യദു, നിനക്കെന്നെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തിനോടാ നീ എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്നിട്ട് നീ എന്നെ വേണ്ടെന്ന് കൊണ്ട് വേറൊരുത്തിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കുകയാണല്ലേ? സമ്മതിക്കില്ലടാ. നോക്കിക്കോ, ഞാനും കെട്ടാൻ പോവാ. ഈ ഞായറാഴ്ച എന്നെ കാണാൻ ഒരുത്തൻ വരുന്നുണ്ട്. ഏത് കോപ്പിലങ്ങനെ വീട്ടില്ല. അവനെ ഞാൻ കിട്ടും. എന്നിട്ട് കുറെ പിള്ളേരുണ്ടാവും. എന്നിട്ട് നിന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് ഗ്രൂപ്പ് ഡാൻസ് കളിക്കും ഞങ്ങൾ. നോക്കിക്കോ, വെച്ചിട്ട് പോടാ തിണ്ടി. ഫോൺ റിങ് ചെയ്യുന്ന കേട്ടല്ലോ കല്ലു. ആരായിരുന്നു? ഇവളെന്താണ് ഇങ്ങനെ നോക്കുന്ന? ഒരുമാതിരി കോഞ്ചറിങ്ങില് കാഞ്ചന കയറിയ പോലെ. എന്താ കല്ലു? എന്താന്നിട്ട് നിങ്ങൾക്ക് ഒന്നും അറിയില്ല അല്ലേ? ആരാണ് ഈ അന്ന? അന്ന? ഓ, ഒന്നും അറിയില്ല. സത്യമായിട്ട് എന്റെ മുത്ത, നീ അല്ലാതെ ചേട്ടന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണ്. കള്ള, പച്ച കള്ളം. ഇന്ന് വരെ ഞാൻ അങ്ങനെ വിശ്വസിച്ചു. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചിട്ടും എന്തൊക്കെയാ പറഞ്ഞേ? എടി അന്നല്ലടി, അന്നയുടെ കൂട്ടുകാരി ജാനു. ഓഹോ, അന്ന അല്ലാതെ അന്നയുടെ കൂട്ടുകാരി ഉണ്ടായിരുന്നല്ലേ? എന്നിട്ട് കിട്ടിയത് ഈ പാവം പൊട്ടിപ്പെട്ടിനെ. നിങ്ങൾ ഞാൻ ശരിയാക്കി തരണം. നാളെ തന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യും. യോ, ഇത് പാക കുഴഞ്ഞല്ലോ. ഈ കോലമാടത്തിൽ നിനക്ക് ഇങ്ങോട്ട് വിളിച്ചേ. ഇനി ഞാൻ ഇവിടെ എന്താ പറഞ്ഞു മനസ്സിലാക്കാന്റെ കൃഷ്ണ. വിദ്യ ആന്റി, ആ നിങ്ങൾ എത്തിയോ? വായോ. അല്ല, എവിടെ ജാനുമോള്? മുകളിലുണ്ട്. ഒരുക്കത്തില്ല. 1.5 മണിക്കൂറായി കണ്ണാടിയുടെ മുന്നില്. ആണോ? ഇതൊക്കെ ഇതിൽ മാത്രം ഒരുങ്ങാൻ. എന്നാ ഞങ്ങളൊന്ന് പോയി നോക്കിട്ട് വരാമേ. ശരി ശരി, ചെല്ല്. വാ, നമുക്ക് അടുക്കളയിലേക്ക് പോവാം. എന്റെ പൊന്നി, ഇതുകൊണ്ടടി അന്നമ്മേ ജാനുവിനെ കാണാൻ നല്ല ആയിട്ടുണ്ടല്ലേ? ഇത് നല്ല അഴകിയ ലൈലായിട്ടുണ്ട് കാണാൻ. അന്തപുരത്ത് മകറാണി, അന്തപുരത്ത് മകറാണി, അഴകിയ ലേല, അവൾ ഇവളത്തെ സ്റ്റൈല. എന്താടി ജാനു, നിന്റെ മുഖത്തിന് വോൾട്ടേജ് ആവോ? വേറൊന്നും ആവില്ലടി. അവളുടെ പണ്ടത്തെ ആ ലൈൻമാൻ ഉണ്ടല്ലോ, അവനാലോചിച്ചിട്ടോ. ഒന്ന് ബോഡി ആടുന്നു. നീരു, എനിക്ക് ഭയങ്കര ടെൻഷൻ പോലെ. ഞാനൊട്ടും ഓക്കെ അല്ലാന്ന് തോന്നുന്നു. അത് നിന്റെ വെറും തോന്നലാണ്. ഒന്നും കൊണ്ടും പേടിക്കണ്ട, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. എല്ലാം നല്ല രീതിക്ക് നടക്കും. നീ ടെൻഷൻ അടിക്കാതിരിക്കുക. ജാനു, നീ അവരൊക്കെ വന്നു. വാ, നമുക്ക് ഇടയിൽ പോവാം. ഇടി, എനിക്കെന്താ പെട്ടെന്ന് പേടി പോലെ. ഇതൊക്കെ വേണമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു തോന്നല്. ഇതിപ്പോ ബാംഗ്ലൂർ ഡേയ്സിലെ നസ്രയുടെ കൂട്ടായല്ലോ. അവിടെ ഒരു പേടി. നടക്ക പെണ്ണ, അവിടെ എല്ലാവരും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്താ ജാനകി, ചെറുതായിട്ടൊന്ന് സർപ്രൈസ്ഡ് ആയ പോലെ. അത് പിന്നെ മാഡം, ഓ ഡോണ്ട് കോൾ മീ ദാറ്റ്. ഞാൻ തന്റെ ഭാവി അമ്മായിമ്മയാണ്. അതുകൊണ്ട് ഈ മാഡം എന്നുള്ള വിളി അങ്ങോട്ട് ഒഴിവാക്കിയേക്ക്. ആകെ മൊത്തൊരു കൺഫ്യൂഷൻ. എന്നാ കൺഫ്യൂഷൻ വേണ്ട. ഞാനാണ് പയ്യന്റെ അമ്മ, ഇതാണ് പയ്യന്റെ അച്ഛൻ. പയ്യനാണോ അന്വേഷിക്കുന്നത്? അഭയ്,
അഭയ് സാർ